ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർബഡ് ആണ് Airdopes 115. അതിന്റെ ഒരു ഓവർവ്യൂ വീഡിയോ നിങ്ങൾ 2 ദിവസം മുന്നേ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു Airdopes 115 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് Airdopes 115 ആണ്. കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും 13mm ഡ്രൈവേഴ്സ്, ഇമേഴ്സീവ് ഓഡിയോ, അതുപോലെ തന്നെ ബീസ്റ്റ് മോഡ്, ENX ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിറകിൽ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. ഇനി മറ്റൊരു സൈഡ് നോക്കുകയാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് ജനുവരി 2022, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 2990 രൂപയാണ്. ഈ റേറ്റ് ആയിരുന്നു ആക്ച്വലി നമ്മുടെ ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആദ്യം കാണിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം അതങ്ങോട്ട് 1499 മാറിയിരിക്കുമായിരുന്നു. എന്നാൽ നമുക്കത് വാങ്ങിച്ചത്, അതായത് ഫസ്റ്റ് സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിക്ക് നമുക്ക് 1399 കിട്ടിയെന്നുള്ളതാണ്. മെയ്ഡ് ഇൻ ചൈനയാണ്. കൂടാതെ ഒരു വർഷം നമുക്കിന് വാറന്റിയൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലൂ കളറാണ്. ഇതല്ലാണ്ട് നമുക്ക് വൈറ്റ്, ബ്ലാക്ക്, റെഡ് എന്നിങ്ങനെ 3 കളേഴ്സ്, അതായത് 4 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. അപ്പോൾ അതെ, ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഇതല്ലാണ്ട് കൂടെ കിട്ടുന്ന സാധനങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ, കൂടാതെ 1 ഇയർ വാറണ്ടി, അതുപോലെ തന്നെ ഒരു പേപ്പർ നോട്ട് ഉണ്ട്, കൂടാതെ ഒരു ഫാക്ട് കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു റീഡ് മീ ബിഫോർ യൂസ് എന്നുണ്ട്, മറ്റൊരു സംഭവമുണ്ട്. കൂടാതെ ഒരു ടൈപ്പ് സി കേബിൾ നമുക്കിവിടെ ലഭ്യമാകും. ഇതിനകത്തൊരു ഇയർ ടിപ്സ് ആക്ച്വലി ഓക്കെ ഉണ്ട്, ഒരു യൂസർ ഗൈഡും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളുണ്ട്. അതിൻ്റെ അടിയിലോട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ Airdopes 115. എന്തായാലും ഫിസിക്കലി ജസ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു മാറ്റ് ഫിനിഷ്ഡ് ബ്ലൂ കേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. ഏറ്റവും മുന്നിലായിട്ടൊരു ബോർഡിൻ്റെ ലോഗോയും കൂടാതെ ഒരു LED ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. ഏറ്റവും അടിയിലായിട്ടൊരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. ഒരൊറ്റ നോട്ടത്തിൽ നമ്മുടെ നോയ്സിന്റെ VS202 ഉണ്ടല്ലോ, അതിന്റെ അതേപോലത്തെ ഷേപ്പാണ് ആക്ച്വലി ഈ ഒരു കേസ് കാണുമ്പോഴത്തേക്ക്. അൺബോക്സ് ചെയ്ത സമയത്തിന് എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു നോയ്സ് 202 തന്നെയാണ്. പിന്നെ ഈ ഒരു കേസിൽ നമുക്ക് ഇതുപോലെ നടുക്ക് കൂടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് ബാക്കിയൊക്കെ തന്നെ നമ്മുടെ സെയിം 202 തന്നെയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. ഈ ഒരു 300 mAh നിന്ന് നമുക്ക് 24 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. അത് 60% പാട്ട് കേട്ടാൽ മാത്രം. 1.5 മണിക്കൂർ വേണം 100%ലേക്ക് 300 mAh ചാർജ് ആകാനായിട്ട്. കൂടാതെ SAP ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 180 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത് 10 വാട്ട്സ് ആണ്. എന്തായാലും ടൈപ്പ് സി പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 18 വാട്ടിന്റെ ആണെങ്കിലും അതല്ല മറ്റുള്ള ഏതൊരു അഡാപ്റ്റർ ആണെങ്കിൽ പോലും അതിൽ 5V2A എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതേ കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡുകൾ ഇവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. അതിന് മുന്നേ പറയാനുള്ളത്, ഇതിനകത്ത് ഇൻസ്റ്റാ വേക്കൻറ്റ് പെയർ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ ഇത് പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്ട് ആവുകയാണ്. ഇനി ഇയർബഡുകളെ കുറിച്ച് പറയുവാണെങ്കിൽ 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. 181 ഒരു ചെറിയ രൂപം തന്നെയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. സെയിം ഈ കളർ തന്നെയാണ് 181 ഞാൻ വാങ്ങിച്ചത്. എന്തായാലും ഈ 2 പ്രോഡക്റ്റുകൾ, അതായത് 181 115 ഒരു കമ്പാരിസൺ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇത് മനസ്സിലാകും. 35 mAh വീതം ഓരോ ഇയർബഡുകളിലും നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ 6 to 7 hours നമുക്ക് പ്ലേ ടൈം ലഭ്യമാകുന്നതാണ് ഒരു സിംഗിൾ ചാർജിൽ. അതും നമ്മളൊരു 60% പാട്ട് കേട്ടാലേ പറ്റത്തുള്ളൂ. 30 മിനിറ്റ് മതി 100%ലേക്ക് ഇയർബഡുകൾ ചാർജ് ആകാനായിട്ട്. അത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചു പോകാൻ ചാൻസസ് വളരെ കുറവാണ്. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ 1 വർഷം വാറന്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വാറന്റി ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഫിസിക്കൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വാറന്റി ക്ലെയിം ചെയ്യാൻ പാടായിരിക്കും. ഇനി ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് നമ്മൾ വലതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഡബിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ഇടതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസും, വലതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ബീസ്റ്റ് മോഡ് ഓൺ ആകും. ബീസ്റ്റ് മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര MS ആണ് ഇതിന്റെ ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ PUBG ഒക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ
പറ്റുന്നുണ്ട് ബീസ്റ്റ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ. എന്നാൽ ബീസ്റ്റ് മോഡ് ഓഫ് ആക്കിയിട്ട് നമ്മൾ യൂട്യൂബ് കാണുമ്പോഴത്തേക്ക് ചെറിയൊരു ഡിലേ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിക്ക് ഒരു ഡിലേ ഇല്ല, എന്നാൽ പോലും ചെറിയൊരു ഡിലേ നമുക്ക് ബീസ്റ്റ് മോഡ് ഓഫ് ആക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സെയിം നമ്മുടെ 181ലും ഇത് തന്നെയായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി ഔട്ട്ഡോറിലുള്ളതും കൂടാതെ ലോ ലേറ്റൻസി ഒക്കെ വെച്ചിട്ടൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമന്റിടെ രേഖപ്പെടുത്തുക, ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. ഇനി വെയറിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ടോ, എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിക്കുന്നത്. പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഇവിടെയും എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഈ ഒരു 115ന്റെ നമ്മുടെ വീഡിയോ ഞാൻ ചെയ്തതിലും ഒരു ഫ്രണ്ട് ഇന്നിപ്പോൾ ഒരു കമന്റ് ഇട്ടതാണ്, എന്താ പറയുക, ഇയറിംഗ് കംഫർട്ട് ഇല്ല, അതുപോലെ തന്നെ ബീസ്റ്റ് മോഡൊന്നും വർക്ക് ആവുന്നില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ്റെ പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ആയിരിക്കാം വന്നത്, അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല എന്താ പറയുക ഒരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കിട്ടുമായിരിക്കാം. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് വലിയ പ്രശ്നമില്ല കംഫർട്ടിൽ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെയിൻ എടുക്കോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കുറച്ച് നേരം യൂസ് ചെയ്ത്, അതായത് മണിക്കൂറുകളോളം നമ്മൾ യൂസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്യാവശ്യം ഇത്തിരി ഒരു 13mm ആയതുകൊണ്ട് ഇത്തിരി ഒരു വലിയ ടൈപ്പ് ഇയർബഡുകളുടെ ആ ഒരു മൗത്താണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതർവൈസ് വേറെ ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ചെവിയിൽ എന്തായാലും ഇരിപ്പുണ്ട്, അതിൽ വേറൊരു സംശയമില്ല കേട്ടോ. ഇതിനകത്ത് നമുക്ക് പിന്നെ ENX ടെക്നോളജി ഉണ്ട്, അതായത് എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് മൈക്കുകളോടൊപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. എന്തായാലും നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ഇൻഡോറിനകത്തുള്ള ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇൻഡോറിനകത്തുള്ള മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്, ഫാന് ഒരു 4ലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൗണ്ടാണ്, നമ്മൾ ഭയങ്കര സൗണ്ട് അല്ല. അപ്പോൾ ഈ ഒരു ഇൻഡോറിനകത്തുള്ള മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്, ENX ടെക്നോളജി ഒക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആകുന്നുണ്ടോ, എന്തായാലും ആ ഒരു ഫാൻ്റെ സൗണ്ട് ഇപ്പോൾ കേട്ടോ നിങ്ങൾ? എന്തായാലും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്ഡോറും അതെല്ലാം മറ്റുള്ളതൊക്കെ വെച്ചിട്ട് വേറൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ അവിടെയാണ് ആക്ച്വലി എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. SBC AAC കോഡക്സ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് 100% പാട്ട് കേട്ടാൽ പോലും അങ്ങോട്ട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവത്തില്ല. എന്നാൽ നമുക്കിതിൽ ഒരിക്കലും 100% പാട്ട് കേൾക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ എൻഹാൻസ്ഡ് ആണ്, ഭയങ്കര വോളിയം എൻഹാൻസ്ഡ് ആണ്. ഒരു 50% നമ്മൾ കേട്ടാൽ പോലും മിഡൊന്നും അല്ല കേട്ടോ ഈ ഒരു 50%. അതുകൊണ്ട് തന്നെ 50% പാട്ട് കേട്ടാൽ മതി, നമുക്ക് നല്ല ഭയങ്കര ലൗഡായിട്ട് നമ്മൾ കേൾക്കും എന്നുള്ളതാണ്. ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്, വോക്കൽ ഒരു എന്താ പറയുക ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു പാട്ട് നിങ്ങൾ കേട്ടാൽ പോലും അതിനകത്തും ബേസ് ഉണ്ടാവും. അതായത് സംസാരിക്കുന്നത്, ഇപ്പോൾ ഒരു ധോക്ക എന്ന ഒരു പാട്ടുണ്ടല്ലോ നമ്മുടെ അർജിത് സിംഗിൻ്റെ, ആ ഒരു പാട്ട് പോലും അതിനകത്ത് ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് അതിലും കുറച്ച് ഡയലോഗ് ഉണ്ട്. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അതിൽ തന്നെ ബേസ് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാം, പക്ഷേ ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അരോചകത്വമായിട്ട് തോന്നി. 50% പാട്ട് കേട്ട പോലും ഭയങ്കര ബേസ് ഡോമിനേറ്റഡ് ആണ്. എന്നാൽ എൻ്റെ അടുത്ത് കുറേ കൂട്ടർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എന്താണ് നല്ല ബേസ് വേണം, ഇടി നല്ല രീതിക്ക് കിട്ടണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോയിക്കോളൂ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക വിഷം അങ്ങ് തീർന്നു കിട്ടും. അത്രയും നല്ല ബേസ് ആണ് ആക്ച്വലി ഈ ഒരു 115ൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. എന്തായാലും 1399 രൂപയ്ക്ക് ഇത് വർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് വർത്ത് തന്നെയാണ്. 1299 രൂപ ഞാൻ നമ്മുടെ മറ്റേ ആ ഒരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓവർവ്യൂ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1299 ആയിരിക്കാം നമുക്ക് ആ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ളത്. എന്തായാലും 1299 രൂപയ്ക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വർത്താണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ എയർഡോപ്സ് 115നെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായല്ലോ അല്ലേ. ഇനി ഉറപ്പായിട്ടും ഈ ഒരു 115ലും നമ്മുടെ ഇന്നലെ ഞാൻ പറഞ്ഞ മിവിയുടെ ഡിയോപോഡ്സ് F16 തമ്മിലൊരു കമ്പാരിസൺ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഇപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത 2 പ്രോഡക്റ്റ് ആണല്ലോ സെയിം റേറ്റിൽ, അപ്പോൾ ഇതിൽ ഏത് വാങ്ങിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇല്ലാണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.